ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐവ കമ്പനിയുടെ ഒരു ഹൈഫൈ സെറ്റിൻ്റെ സർവീസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഈ സെറ്റിൻ്റെ ഫ്രണ്ട് പാനൽ സ്വിച്ചുകൾ, വോളിയം കൺട്രോൾ എന്നിവ കറക്റ്റായി വർക്ക് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ CD ലോഡർ ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടി റെഡിയാക്കാൻ കഴിയുമോ എന്ന് കസ്റ്റമർ ചോദിച്ചിരുന്നു. നമുക്ക് എന്തൊക്കെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം. മിക്കവാറും പഴക്കമുള്ള ഐവ ഹൈഫൈ സെറ്റുകളിൽ വോളിയം കൺട്രോളിൻ്റെ കംപ്ലൈൻറ്റ് സാധാരണയായി കാണുന്നതാണ്. നമുക്കത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം. ഇതാണ് ഈ സെറ്റിൻ്റെ ഉൾവശം. ഒറ്റ നോട്ടത്തിൽ ഈ സെറ്റിൻ്റെ അകത്ത് ഒന്നുമില്ലേ എന്ന് നമുക്ക് തോന്നും. ഈ സെറ്റിൻ്റെ മദർ ബോർഡും ആംപ്ലിഫയർ ബോർഡും പവർ സപ്ലൈ ബോർഡും എല്ലാം ഈ ഒരു PCBയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മറുവശത്ത് ഒന്നുമില്ലാത്തതായി തോന്നുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ സെറ്റിൻ്റെ CD ലോഡർ റെഡിയാക്കി എടുക്കാൻ കഴിയുമോ എന്ന് നോക്കാം. CD ലോഡറിൻ്റെ ബെൽറ്റുകൾ ഡാമേജ് ആയി പോയതാണ് എങ്കിൽ നമുക്കത് റെഡിയാക്കി എടുക്കാൻ അധികം ബുദ്ധിമുട്ടില്ല. ചില സാഹചര്യങ്ങളിൽ ലോഡറുകളിൽ ഒടിവുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ലോഡർ ചേഞ്ച് ചെയ്യാനേ നമുക്ക് സാധിക്കൂ. ഈ ലോഡർ അകത്തോട്ടും പുറത്തോട്ടും പോകുന്നുണ്ടെങ്കിൽ പോലും ഈ ലെൻസിൻ്റെ പ്രവർത്തനങ്ങളൊന്നും കറക്റ്റായി വർക്ക് ചെയ്യുന്നില്ല. നമുക്കത് എന്താണ് എന്ന് നോക്കാം. അതിനായി ഡിസ്ക് റൊട്ടേഷൻ ചെയ്യുന്ന ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നോക്കുമ്പോൾ ഇതിൻ്റെ സ്ട്രിപ്പുകളെല്ലാം ഡാമേജ് ആയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതുമാത്രമല്ല, ഇതെല്ലാം ഓപ്പൺ ചെയ്താണ് ഇരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ ലോഡറിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ സർവീസ് നടത്തിയിട്ടുണ്ട്. ഡാമേജ് ആയി പോയ സ്ട്രിപ്പ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ലെൻസിൻ്റെ ഭാഗം കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ലെൻസിൽ നിന്നും ബീമൊന്നും വരുന്നില്ല. ലെൻസ് ക്ലീൻ ചെയ്തിട്ടും സ്ട്രിപ്പുകൾ മാറിയിട്ടൊന്നും ലെൻസ് വർക്ക് ചെയ്യുന്നില്ല. CD ലെൻസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ലെൻസ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഈ ലെൻസ് ഒന്ന് വർക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി കുറേയധികം പണിപ്പെട്ടു. എന്നാൽ പോലും നമുക്ക് അതിൽ വിജയം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെറ്റിൻ്റെ CD ലോഡറിൻ്റെ വർക്ക് ഉപേക്ഷിക്കുകയാണ്. ഇനി നമുക്ക് ഈ സെറ്റിൻ്റെ മറ്റുള്ള കംപ്ലൈൻറ്റുകൾ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ സെറ്റിൻ്റെ ഫ്രണ്ട് പാനൽ സ്വിച്ചുകളും ഈ കൺട്രോളും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായി നമുക്ക് ഈ സെറ്റിൻ്റെ ഫ്രണ്ട് പാനൽ ഓപ്പൺ ചെയ്യാം. സെറ്റിൻ്റെ ഫ്രണ്ട് പാനൽ ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് ഈ സെറ്റിൻ്റെ ഫ്രണ്ട് പാനൽ ബോർഡ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് സൂക്ഷിക്കേണ്ട ഒരു VFD ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു തട്ട് കൊണ്ടാൽ ഈ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി പോകും. ഐവ കമ്പനിയുടെ ഹൈഫൈ സെറ്റുകളുടെ ഡിസ്പ്ലേ മറ്റുള്ള കമ്പനിയുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗി ഐവ സെറ്റുകൾക്കായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏത് തന്നെയായാലും നല്ലൊരു കളർഫുൾ ഡിസ്പ്ലേ തന്നെയാണ് ഈ സെറ്റിനുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഈ സെറ്റിൻ്റെ ഫ്രണ്ട് പാനൽ സ്വിച്ചുകളെല്ലാം ചേഞ്ച് ചെയ്യാം. സ്വിച്ചുകളെല്ലാം ലോക്കൽ മാർക്കറ്റിൽ ലഭിക്കുന്നതാണ്. അധികം വിലയൊന്നുമില്ല. 1-2 സ്വിച്ചുകൾ കംപ്ലൈൻ്റ് ആണെങ്കിൽ പോലും മാറുമ്പോൾ എല്ലാ സ്വിച്ചും ഒരുമിച്ച് മാറുന്നതാണ് കൂടുതൽ നല്ലത്. ഫ്രണ്ട് പാനലിൽ ഉണ്ടായിരുന്ന സ്വിച്ചുകളെല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. മൊത്തം 26 സ്വിച്ചുകൾ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് വോളിയം കൺട്രോളിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിക്കാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ കൺട്രോളിന് യാതൊരുവിധ കംപ്ലൈൻറ്റുമില്ല. ഇത് കറക്റ്റായി അല്ല വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം കണ്ടതാണ്. ഈ മോഡൽ കൺട്രോൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം. അതിനെ നമുക്ക് ഈ കൺട്രോൾ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഈ കാണുന്ന 4 ലോക്കുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺട്രോൾ ഈസിയായി അഴിച്ചെടുക്കാം. ലോക്കുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ സാവധാനം തന്നെ ഓപ്പൺ ചെയ്തെടുക്കുക. ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ മോഡൽ കൺട്രോൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്നതല്ല. ലഭിച്ചാൽ പോലും ഇത്ര ക്വാളിറ്റി ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സാവധാനം ഓപ്പൺ ചെയ്തെടുക്കുക. ലോക്ക് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കുവാൻ കഴിയുകയില്ല. ഇതാണ് ഈ കൺട്രോളിൻ്റെ ഉൾവശം. ഇത് കാണുമ്പോൾ തന്നെ ഈ കൺട്രോൾ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. മൊത്തം ക്ലാവ് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ബ്ലേഡ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു കൺട്രോളിൻ്റെ ഉൾവശം ഇരിക്കേണ്ടത്. എന്നാൽ ഇതിനു മുമ്പുള്ള അവസ്ഥ നിങ്ങൾ കണ്ടതാണ്. നമുക്കിനി ഇത് റീസെറ്റ് ചെയ്ത് വർക്ക് ചെയ്യിച്ച് നോക്കാം എങ്ങനെയാണ് വർക്കിംഗ് എന്ന്. സെറ്റിൻ്റെ ബോർഡുകളെല്ലാം റിട്ടേൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെറ്റ് വർക്ക് ചെയ്യുമ്പോൾ കാണാവുന്നതാണ്. എല്ലാ ബട്ടണും കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് എല്ലാ ബട്ടണും കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ചില ബട്ടണുകൾ മാറി മാറിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എല്ലാ സ്വിച്ചുകളും ഒരുമിച്ച് മാറിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വിച്ചുകളുടെ കംപ്ലൈൻറ്റ് പരിഹരിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള സെറ്റിൻ്റെ സ്വിച്ചുകൾ മാറുകയാണെങ്കിൽ എല്ലാ സ്വിച്ചും ഒരുമിച്ച് മാറുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് വീണ്ടും കംപ്ലൈൻറ്റ് വരുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ ഇതുപോലുള്ള സെറ്റുകളുടെ റിമോട്ടുകൾ ലഭിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റിമോട്ട് ഇല്ലെങ്കിൽ പോലും ഈ ബട്ടൺ സ്വിച്ചുകൾ ഉപയോഗിച്ച് ഈ സെറ്റ് വർക്ക് ചെയ്യിക്കാവുന്ന രീതിയിലാണ് ഈ സെറ്റിൻ്റെ എല്ലാ നിർമ്മാണം. സ്വിച്ചുകൾ മാത്രമല്ല, ഇതിൻ്റെ വോളിയം കൺട്രോളും കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്ര പഴക്കമുള്ള സെറ്റാണെങ്കിൽ പോലും ഈ മോഡൽ കൺട്രോളുകൾ റെഡിയാക്കി എടുക്കാൻ കഴിയും എന്നതാണ് ഈ കൺട്രോളുകളുടെ ഗുണമേന്മ. ഇപ്പോഴുള്ള കൺട്രോളുകൾ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുക എന്നല്ലാതെ റെഡിയാക്കി എടുക്കുവാൻ സാധിക്കുകയില്ല. ഇതോടുകൂടി നമ്മുടെ ഈ സെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി.
കംപ്ലൈൻ്റ് ആണെങ്കിൽ പോലും ഈ സെറ്റിൻ്റെ റിമോട്ട് കസ്റ്റമറിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അതുകൂടി ഒന്ന് റെഡിയാക്കി തരുമോ എന്ന് കസ്റ്റമർ ചോദിച്ചിരുന്നു. നമുക്കത് റെഡിയാക്കി എടുക്കാൻ കഴിയുമോ എന്ന് നോക്കാം. സ്പ്രിങ്ങുകളെല്ലാം തുരുമ്പെടുത്ത് പോയിരിക്കുന്ന അവസ്ഥയിലാണ് റിമോട്ട് ഇപ്പോൾ ഉള്ളത്. ആ സ്പ്രിങ്ങുകൾ മാറിയതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്പ്രിങ്ങുകൾ മാറിയപ്പോൾ തന്നെ റിമോട്ട് കറക്റ്റായി വർക്ക് ചെയ്തു. എപ്പോഴും ഉപയോഗിക്കാത്ത റിമോട്ടുകളിൽ ബാറ്ററി ഇട്ട് വച്ചാലുള്ള കുഴപ്പമാണ് ഈ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന റിമോട്ടുകളാണെങ്കിൽ ബാറ്ററി ഓപ്പൺ ചെയ്ത് വയ്ക്കുന്നതാവും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ആ ബാറ്ററി ആ റിമോട്ടിൽ കിടന്ന് ഡാമേജായി പോകാനും ആ ബാറ്ററി വെള്ളം ചാടി ആ റിമോട്ട് ഡാമേജായി പോകാനുള്ള സാധ്യതയുണ്ട്. ഏതൊരു സെറ്റിൻ്റെയും റിമോട്ടുകൾ ഒറിജിനൽ വാങ്ങുക കുറച്ച് സാമ്പത്തിക ചെലവ് വരുന്ന കാര്യമാണ്. ഇതുപോലെ ബാറ്ററിയുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഗുണമേന്മയേറിയ റിമോട്ട് നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയും.